Hi friends, ഞാനാണ് ജോൺ സബാൻ and happy new year. ഇന്ന് നമ്മളൊരു യൂസർ റിവ്യൂ ചെയ്യാൻ പോവാണ്. ഒരു സ്പെഷ്യൽ ഓഫ് റോഡ് ഉണ്ട്. യൂട്യൂബിൽ ചർച്ച നടക്കുക ഏതാ നല്ല ഓഫ് റോഡർ, ഗ്ലോസ്റ്റർ ആണോ അല്ലെങ്കിൽ എൻജോണ്ടർ ആണോ. പക്ഷെ അതൊക്കെ വിട്ടിട്ട് എന്റെ തീരുമാനമാണ്, അതാണ് ഹലോക്സി HLM MC. അതാണ് ഏറ്റവും ഓഫ് റോഡ് എന്റെ തീരുമാനത്തിൽ. അത് കൊറിയന്ന് വന്നതാ. ജസ്റ്റ് ഇപ്പൊ മുംബൈ ഡൽഹി കൊൽക്കത്തയിൽ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ എന്റെ ഡ്രൈവർ അതിനെ കൊണ്ടുപോകാൻ വേണ്ടി പോയതാ. അപ്പൊ തന്നെ എന്റെ ഒരു നിസാൻ മൈക്ര ഉണ്ട്. ആ നിസാൻ മൈക്ര എന്താ FY പ്യുവർ ഡ്രൈവർ. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ചെറിയ ഇൻഫോർമേഷൻ പറയുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് എന്റെ നിസാൻ മൈക്ര. ഇപ്പൊ ഞാൻ ഇതിനെ കാണിക്കും. നമ്മളിപ്പോ ഡോറിന്റെ കുറിച്ച് വരാം. ഇവൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് വിൻഡോയുടെ കൺട്രോൾസ്. ഇത് ലോക്ക് ചെയ്യാന് വിൻഡോനെ താറ്റാൻ പറ്റാത്ത മൂഡ്. ഇത് ഇവിടെ നമുക്ക് കൈ ഇങ്ങനെ നോക്കാൻ പറ്റും. ഇവിടെ നമുക്ക് കുഞ്ഞു സാധനങ്ങൾ നോക്കാൻ പറ്റും. ഞാൻ കീ വെക്കാം. ഇവിടെ ഇത് ലോക്ക് സിസ്റ്റം. ഇതൊക്കെ നമ്മൾ മാനുവലി ചെയ്യാൻ പറ്റും, പക്ഷെ ഇത് ഇവിടുന്നും ചെയ്യാൻ പറ്റും. ഇവിടെ 1 ലിറ്ററിന്റെ വെള്ളക്കുപ്പി വെക്കാൻ പറ്റും, പക്ഷെ ഇവിടെ സ്പീക്കർ ഉണ്ട്. ഇനി നമ്മൾ ഈ സൈഡ് നോക്കാം. ഇതിന് ഒരു ചെറിയ ബോക്സ് ഉണ്ട്. ഇത് അത്യാവശ്യം നമ്മുടേക്ക് കാറിന്റെ ഫയൽസ് വെക്കാം. ഇത് മ്യൂസിക് സിസ്റ്റം. ഇവിടെ AC ബട്ടൺ. ഇത് 5 ഗിയറിന്റെ ഉണ്ട്. ബ്രേക്ക് ഇടാൻ വേണ്ടി ഇവിടെ ചാർജർ ഉണ്ട്. ഇവിടെ ആ സ്പീക്കർ. ഇവിടെ 1 ലിറ്റർ കുപ്പി വെക്കാൻ നോക്കാം. ഇവിടെ നല്ല സ്പേസ് ഉണ്ട്, പക്ഷെ നമുക്ക് അത് ഉള്ളിൽ വരെ കാല് വെക്കാം. നമ്മളിപ്പോ പുറകിലത്തെ ഇട്ട് പോവാം. ഇത് ഇവിടെ 2 ഹെഡ് റെസ്റ്റ് ഉണ്ട്, പക്ഷെ നല്ല വീതിയും കിട്ടും. ഉള്ളിൽ വരെ കാലിടാം. ഇവിടെ സെയിം ഇവിടെ ബോട്ടിൽ വെക്കാൻ പറ്റുന്ന സ്ഥലമില്ല. ഇവിടെ കുഞ്ഞു സാധനങ്ങൾ വെക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ വിൻഡോ താക്കും. ഇതിക്ക് അങ്ങനെ പ്രത്യേക ലോക്കില്ല, നമ്മൾ സെൻട്രലൈസ്ഡ് ലോക്കുണ്ട്. ഇവിടെ നമുക്ക് പെട്ടിക്ക് വെക്കാൻ പറ്റും. നല്ല കുറെ പെട്ടി വെക്കാം. ഇവിടെ താഴെ ടൂൾസ് ഒക്കെ വെക്കും. എക്സ്ട്രാ ടയർ ഉണ്ട്, ബെൽറ്റ് ഉണ്ട്, ഇത് ജാക്സ് ഉണ്ട്. വീലിന്റെ കാര്യം പറഞ്ഞാല് ഇത് 13 ഇഞ്ചാ. ഇത് കുഞ്ഞിതാകൊണ്ട് താഴെ റോഡ് ക്ലിയറൻസ് കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ SUV വണ്ടിയിലൊക്കെ ചൂസ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് വണ്ടി വന്നു നമ്മൾ കാണാൻ വണ്ടി. ഒരു സമയം പറയാൻ മറന്നു, എന്റെ വണ്ടിയില്ല ഗ്രീനും യെല്ലോ ആണ്. അപ്പൊ ഡോണ്ട് മൈൻഡ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വണ്ടി. ഇപ്പൊ നമ്മൾ ഡ്രൈവറിന് ചോദിക്കാം എത്ര സ്മൂത്ത്ലി ഓടിയ വണ്ടി. ഡ്രൈവർ പറയൂ, എന്തത്? നിങ്ങളുടെ വണ്ടിക്ക് അത്ര സ്മൂത്ത് ഇല്ല. മൈക്രേക്ക് അത്ര സ്മൂത്ത് ഇല്ല. കണ്ട നമ്മുടെ ഡ്രൈവർ ക്ഷീണിച്ചിട്ട് ഉറങ്ങാൻ പോയി. ഇപ്പൊ നമ്മള് വണ്ടിയുടെ ഇൻഫോർമേഷനെ കുറിച്ച് പറയും. ഇത് ഗീരില്ലാത്ത വണ്ടിയാ, അതുകൊണ്ട് ഇവര് നോബ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് 4 ടൈപ്സ് ഉണ്ട്. എക്കോ മോഡ്, എനിക്ക് എക്കോ മോഡ് അത്ര ഇഷ്ടമല്ല. ഇപ്പൊ നമ്മൾ സാൻഡ് മോഡിലിടാം. സാൻഡ് മോഡിലിട്ടാൽ ഏത് മരുഭൂമിയില് നല്ല ഈസി ആയിട്ട് പോവും. ഇപ്പൊ നമ്മള് മഡ് മോഡിലിടാം. മഡ് മോഡിലിട്ടാല് ഏത് മോഡ് എത്രയും ചെറിയ ഉണ്ടായാലും അതില് ഓടിപ്പോവും. ഇപ്പൊ നമ്മൾ KY മോഡിലിടാം. നിങ്ങൾ ഓർത്തിട്ടുണ്ടാവൂലേ, ഇതിലെന്താ 4L ഇല്ലാത്ത? അതിന് മികച്ചുണ്ടല്ലോ മൂഡ്. അതാണ് KY മോഡ്. അതൊരു ഫുൾ ഫോമാണ് കയ്യല മോഡ്. അതൊരു ഫങ്ഷൻ ആണ്. ഏതും കയ്യലയില് നല്ല ഓടിപ്പോവും.
എന്തും ടയറിൽ പറ്റിയാലും ഒന്നും പറ്റില്ല. ഇതില് ഓരോ ഒരെണ്ണം ഉണ്ട്. എന്താന്ന് പേര്? ഇതില് അതിമനോഹരമായി എന്താന്നത് പേര്? സൺറൂഫ് ഉണ്ട്. നമുക്ക് ഈ SR പറഞ്ഞ സാധനത്തിൽ ഞെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയത് എന്ത് ജനലും സ്കൂളിൽ പോണ. ഇതില് ഒരു 2 സ്പെഷ്യൽസും കൂടി ഉണ്ട്. ഇത് ലോകത്തിലെ ആദ്യത്തെ 2 എന്താ പറയുക സ്റ്റിയറിംഗ് വീലുള്ള വണ്ടി. ഇതുണ്ട്, ഇവിടെ ഒരു സ്റ്റിയറിംഗ് വീലുണ്ട്. ഇതാണ് മെയിൻ സ്റ്റിയറിംഗ് വീല്. ഏതെങ്കിലും ഡ്രൈവർ ഉറങ്ങിപ്പോയാലോ അപ്പൊ പുറകിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതുണ്ട്. ഫ്രണ്ട്സ്, കുറച്ച് സ്ഥലങ്ങൾ കൂടി പറയാനുണ്ടായിരുന്നു. ഈ വണ്ടിയിൽ ഇങ്ങനെ കാല് വെക്കാൻ വേണ്ടിയും സ്ഥലമുണ്ട്. ഇങ്ങനെ ബേബീസിക്ക് കാല് വെക്കാൻ. വേറെ ഈ പാട്ടാണ്, അങ്ങനെ പാട്ടുണ്ട്. പക്ഷെ ഞങ്ങള് ഈ സൺറൂഫ് ഉണ്ടല്ലേ, സൺറൂഫ് ഇങ്ങനെ പൊക്കണ സമയത്ത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വായ വരും. വേറാണ് ഈ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ വെക്കാൻ പറ്റും. കുഞ്ഞുപിള്ളമാരെ പ്രൊട്ടക്ട് ചെയ്യാന്. വേറെ സാധനമാണ് ഇല്ലേ, ഇത് ഇങ്ങനെ ബോട്ട് പോലെ ആക്കാൻ പറ്റും. ഇങ്ങനെ ആക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഈ സാധനം വേണമെങ്കിൽ പാലക്കാടിലും അവൈലബിൾ ഉണ്ട്. ഞങ്ങൾ ആ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ അയക്കാം. പക്ഷേ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.